PMശ്രീയിൽ CPMനെ വെട്ടിലാക്കി പിണറായി വിജയന്റെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ലേഖനം കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാനാകില്ലെന്നും സംസ്ഥാനങ്ങൾക്ക് പിന്മാറാൻ അവസരമില്ലെന്നും രതീഷ് കാളിയാടന്റെ ലേഖനത്തിൽ പറയുന്നു. മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ കരാർ ഒപ്പിട്ടത് അപാകതയാണെന്നും ലേഖനത്തിലുണ്ട്. സൈഫ് സലാദ്ദീൻ വിവരങ്ങളുമായി ചേരുന്നു. സൈഫ്, എവിടെയാണ് ഈ ലേഖനം പ്രസിദ്ധീകരിച്ചത്? സമകാലിക മലയാളം എന്ന് പറയുന്ന മാസികയിലാണ് ഈ ലേഖനം വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അജിംസ്, ഇതിൽ വലിയ വിമർശനങ്ങൾ അതിനകത്ത് PMശ്രീയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും വലിയ വിവാദങ്ങളും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ചർച്ചകൾ അവസാനിക്കുന്നില്ല. ആ അവസാനിക്കാത്ത ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിണറായി വിജയൻ ഗവൺമെന്റ്, അതായത് പിണറായി വിജയന്റെ ആദ്യ ക്യാബിനറ്റില് ഈ പറയുന്ന അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന രതീഷ് കാളിയാടൻ ഒരു ലേഖനം എഴുതിയിരിക്കുകയാണ്. ഈ ലേഖനം സമകാലിക മലയാളം എന്ന് പറയുന്ന ഒരു മാസികയിലാണ് ഈ പറയുന്ന രതീഷ് കാളിയാടൻ ഇങ്ങനെ ഒരു ലേഖനം എഴുതിയിരിക്കുന്നത്. അതില് ആ ലേഖനം തുടങ്ങുന്നത് തന്നെ, അല്ലെങ്കിൽ അതിന്റെ തലക്കെട്ട് തന്നെ PMശ്രീ വാക്കും ഉറപ്പും മറക്കുന്ന വിദ്യ എന്നുള്ളതാണ്. ആ ലേഖനത്തിന്റെ തുടക്കട്ട് ഡോക്ടർ രതീഷ് കാളിയാടനാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപരവൽക്കരണത്തിലേക്ക് നയിക്കാൻ ഇടയുള്ള പാഠങ്ങൾ തുടരേണ്ടതുണ്ടോ എന്ന് മാത്രമാണ് ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരമാകണം PMശ്രീ പദ്ധതിയോടുള്ള അനുകൂലമോ പ്രതികൂലമോ ആയ പ്രതികരണങ്ങൾ. ഇത് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഈ തുടങ്ങിയ ഈ ലേഖനത്തിൽ സുപ്രധാനമായ ചില കാര്യങ്ങൾ ഡോക്ടർ രതീഷ് കാളിയാടൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ രതീഷ് കാളിയാടൻ ഒന്നാം പിണറായി മന്ത്രിസഭയില് ഈ പറയുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ഒക്കെ അമരക്കാരൻ ഈ രതീഷ് കാളിയാടനായിരുന്നു. രതീഷ് കാളിയാടൻ അറിയാതെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഒരു പ്രവർത്തനങ്ങളും നടക്കില്ലായിരുന്നു. അത്രമാത്രം അപ്പർ ഹാൻഡുള്ള വ്യക്തിയായിരുന്നു ഈ രതീഷ് കാളിയാടൻ. അപ്പോ ആ രതീഷ് കാളിയാടൻ പറയുന്നത് കൃത്യമായി പിണറായി വിജയനെ സമ്മർദ്ദത്തിലാക്കി എന്നുള്ളതാണ്. പിണറായി വിജയനെ കേന്ദ്ര ഗവൺമെന്റ്, അതായത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോ രാജിവെക്കണമെന്ന് രാജ്യത്ത് ഉടനീളം വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പിണറായി വിജയനെ നിരന്തരമായി തുടരെ ആവർത്തിച്ച് സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. എന്താണ് സമ്മർദ്ദം എന്ന് പറയുന്നില്ല, നിരന്തരമായി പിണറായി വിജയനെ സമ്മർദ്ദത്തിലാക്കി എന്നുള്ളതാണ് പറയുന്നത്. പിണറായി വിജയൻ മുൻകൈയെടുത്ത് ഇതിൽ ഒപ്പിടണം എന്നുള്ളതായിരുന്നു ഈ പറയുന്ന ധർമ്മേന്ദ്ര പ്രധാന്റെ ആവശ്യം. ധർമ്മേന്ദ്ര പ്രധാൻ നിരന്തരമായി ഡയറക്റ്റ് പിണറായി വിജയന് കത്തയച്ചു എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അതിൽ പറയുന്നത്, ഈ മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ മന്ത്രിസഭയിലെ പ്രതിഷേധങ്ങൾ ഉയർന്ന സ്ഥിതിക്ക് മന്ത്രിമാരുമായിട്ട് ക്യാബിനറ്റിലുള്ള എല്ലാ അംഗങ്ങളുമായി ചർച്ച ചെയ്യാതെ ഇതിൽ പോയി ഒപ്പിട്ടത് തന്നെ വലിയ രീതിയിലുള്ള ഒരു അപകടമാണ് എന്നുള്ളതാണ്. കാരണം ഇതിൽ ചതിക്കുഴികൾ ഉണ്ട് എന്ന് പിണറായി വിജയന് നല്ല ബോധ്യമുണ്ടായിട്ടും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് പിണറായി വിജയൻ ഒപ്പിട്ടത് എന്നാണ് രതീഷ് കാളിയാടൻ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം, പിണറായി വിജയന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ് ഇത് പറയുന്നത്. നമ്മൾ ആരെങ്കിലും വിളിച്ചു പറയുന്നതല്ല, UDFന്റെ ഏതെങ്കിലും നേതാവ് പറയുന്നതല്ല, UDFന്റെ മന്ത്രി പറയുന്നതല്ല, UDFന്റെ MLA പറയുന്നതല്ല, മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട VD സതീശൻ പറയുന്നതല്ല. പിണറായി വിജയന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന രതീഷ് കാളിയാടന്റെ വാക്കുകളാണ്. അതോടൊപ്പം തന്നെ രതീഷ് കാളിയാടൻ ഈ വിമർശനങ്ങൾക്ക് പിന്നാലെ ചില നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. എന്താണ് നിരീക്ഷണം? ആ നിരീക്ഷണം, ഈ പദ്ധതിയിൽ നിന്ന് കേരള സർക്കാരിന് പിന്മാറാൻ കഴിയില്ല. ഇനി ഈ കരാറിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ, ഇതിന്റെ ക്ലോസുകളിൽ എന്തെങ്കിലും രീതിയിലുള്ള ആൾട്ടറേഷൻ നടത്തണമെങ്കിൽ അതിന് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും, അതായത് രണ്ട് പാർട്ടിയുടെയും സമ്മതം വേണം. അതല്ലാതെ ഒരു പാർട്ടിക്ക് മാത്രമായിട്ട് ഇതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല, ഒരു പാർട്ടിക്ക് മാത്രമായിട്ട് ഇതിൽ നിന്ന് ഓൾട്ടറേഷൻ നടത്താനും കഴിയില്ല. കേന്ദ്ര സർക്കാരിന് സാധിക്കും, പക്ഷേ സംസ്ഥാന സർക്കാരിന് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ
നിയമപരമായിട്ട് സാധിക്കില്ല എന്നുള്ളത് വലിയ തിരിച്ചടിയാ. മനസ്സിലായില്ലേ? എന്നിട്ട് ഈ രതീഷ് കാളിയാടൻ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഇത് പിന്മാറാതെ ഇത് നടപടി എടുക്കാതെ ഇങ്ങനെ തള്ളി തള്ളി കൊണ്ടുപോകേണ്ടി വരും. അത് മാത്രമേ മുന്നിൽ ഒരു വഴിയുള്ളൂ എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാല് PM ശ്രീ എന്ന് പറയുന്ന പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ ഒരിക്കലും സാധിക്കില്ല. പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? അത് ഈ പറയുന്ന കേന്ദ്ര സർക്കാരിനെ പൊട്ടനാക്കിക്കൊണ്ട് പദ്ധതിയിൽ നിന്ന് ഈ തുടർ നടപടികളൊന്നും സ്വീകരിക്കാതെ ഇതിനെ ഇങ്ങനെ ഡിലേ ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ആര് പറയുന്നത്? രതീഷ് കാളിയാടൻ. അത്ര മാത്രമേ സാധിക്കുള്ളൂ. അപ്പോഴും രതീഷ് കാളിയാടൻ ഓർമ്മപ്പെടുത്തുന്ന കാര്യമുണ്ട്. അങ്ങനെ ഈ പദ്ധതിയിൽ ഒപ്പിട്ടതിന് ശേഷം പദ്ധതിയുമായി സഹകരിക്കാതെ അതിൽ തുടർ നടപടികൾ എടുക്കാതെ അതിനെ ഇങ്ങനെ തള്ളി തള്ളി കൊണ്ടുപോയാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതും രതീഷ് കാളിയാടൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോ വളരെ കൃത്യമായിട്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കേരളം കണ്ട ഒരു ഭൂലോക നെറികെട്ട ചങ്ങാതി, ആ ചങ്ങാതി എന്തോ ഒന്ന് സമ്മർദ്ദത്തിലാക്കി എന്നാണ് രതീഷ് കാളിയാടൻ പറയുന്നത്. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ് പറയുന്നത്. നിങ്ങൾ ഓർക്കണം. എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ബോധ്യവും ധാരണയും ഉണ്ടായിരുന്ന, എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്ന, പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ എല്ലാ ചലനങ്ങൾക്കും നേതൃത്വം നൽകിയ രതീഷ് കാളിയാടൻ പറയുന്നു സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു. ആ സമ്മർദ്ദങ്ങൾ ഉദ്യോഗസ്ഥരല്ല, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നേരിട്ട് കത്തയച്ച് പിണറായി വിജയന് മുകളിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ ഒരു കാര്യം ഉറപ്പാ, ഈ സമ്മർദ്ദം എന്ന് പറയുന്നത് ബ്ലാക്ക് മെയിലാണ്. എന്താണ് ബ്ലാക്ക് മെയിൽ ചെയ്തത്? പലതുമാവാം. പിണറായി വിജയന്റെ കാര്യമാകാം, SNC ലാബിലെ ആവാം, വീണയുടെ കാര്യമാകാം, അതിൽ എക്സാലോജിക്കും മറ്റു പല കാര്യങ്ങളുമാകാം, മകൻ വിവേക് കിരണിനെതിരെ വന്ന ED നോട്ടീസ് ആകാം, അങ്ങനെ പല കാര്യങ്ങളുമാകാം. അപ്പൊ ഈ കാര്യങ്ങളിലൊക്കെ എന്തൊക്കെയോ വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഏത്? ഈ കേസുകളുമായി ബന്ധപ്പെട്ട് ഈ കേസുകളിൽ കൃത്യമായ തെളിവുകളും മറ്റുള്ളതും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കയ്യിലുണ്ട്. ആ അന്വേഷണ ഏജൻസികൾ ആ തെളിവുകൾ കാണിച്ച്, ആ രേഖ കാണിച്ച് പിണറായി വിജയനെ ബ്ലാക്ക്മെയിൽ ചെയ്ത്, പിണറായി വിജയനെ ഭയപ്പെടുത്തി, പിണറായി വിജയനെ സമ്മർദ്ദത്തിലാക്കിയാണ് PM ശ്രീയിൽ ഒപ്പിട്ടത്. അത് ഈ PM ശ്രീയിൽ ഒപ്പിട്ട സാഹചര്യം നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഒപ്പിട്ടത് വളരെ കൃത്യമായിട്ട് നിങ്ങളൊന്ന് ആലോചിക്കണം. ക്യാബിനറ്റിനെ അറിയിച്ചിട്ടില്ല, പാർട്ടിയെ CPM-നെ അറിയിച്ചിട്ടില്ല, CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയെ അറിയിച്ചിട്ടില്ല, ക്യാബിനറ്റിലെ ഘടകകക്ഷികളെ അറിയിച്ചിട്ടില്ല, ഘടകകക്ഷി നേതാക്കളെ അറിയിച്ചിട്ടില്ല, എന്ന് വേണ്ട ഒരു മനുഷ്യനെയും അറിയിച്ചില്ല. ഒപ്പിട്ട് വന്നു, എന്നിട്ടും മറച്ചു വെച്ചു, ഒപ്പിട്ട് കഴിഞ്ഞിട്ടും മറച്ചു വെച്ചു. അപ്പോ ഇത്രമാത്രം രഹസ്യമാക്കി സ്വന്തം ക്യാബിനറ്റ് പോലും അറിയാതെ, സ്വന്തം പാർട്ടി പോലും അറിയാതെ, സ്വന്തം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പോലും അറിയാതെ, അഖിലേന്ത്യാ സെക്രട്ടറി പോലും അറിയാതെ, ഘടകകക്ഷിയായിട്ടുള്ള CPI അറിയാതെ, CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അറിയാതെ, CPIയുടെ മന്ത്രിമാരറിയാതെ വളരെ വളരെ രഹസ്യമാക്കി ഇതിൽ ഒപ്പിട്ട്, അതിനെ ഒപ്പിട്ട് കഴിഞ്ഞും രഹസ്യമാക്കി വെച്ച് അവസാനം മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോൾ പുറം ലോകം അറിഞ്ഞ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ വ്യക്തമാണ്. ഒപ്പിടുമ്പോഴും പിണറായി വിജയൻ അറിയാം ഇത് കഴുത്തിൽ കുരുക്ക് മുറുക്കുന്നതിന് തുല്യമാണ് എന്ന് പിണറായി വിജയൻ അറിയാമായിരുന്നു. അപ്പോ അത്രയും അപകടകരമായതുകൊണ്ട് രഹസ്യമാക്കി വെച്ചു, അപകടകരമായതുകൊണ്ട് രഹസ്യമാക്കി ചെന്ന് ഒപ്പിട്ടു. ഇതൊക്കെ ചെയ്ത വ്യക്തി എന്തായിരുന്നു ഭയപ്പെട്ടത്? എന്ത് കാണിച്ചായിരുന്നു BJP കേന്ദ്ര ഗവൺമെന്റ് പിണറായി വിജയനെ നിരന്തരം ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരുന്നത്? പിണറായി വിജയൻ ഇനിയെങ്കിലും അത് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് തുറന്നു പറയാൻ തയ്യാറാകണം. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയന്റെ ശ്വാസം പോലും കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്നുള്ളതാണ് എന്നാണ്. മനസ്സിലായില്ലേ? കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയന് സ്വന്തം പോക്കറ്റിൽ നിന്ന് ഒരു പൈസ, ഒരു നയാ പൈസ ചെലവഴിക്കേണ്ടി വന്നിട്ടില്ല. ഇങ്ങോട്ട് പോക്കറ്റിലേക്ക് കോടികൾ വന്നു എന്നല്ലാതെ ആ പോക്കറ്റിൽ നിന്ന് ഒരു നയാ പൈസ പോലും പിണറായി വിജയന് ചെലവഴിക്കേണ്ടി വന്നില്ല.
പിണറായി വിജയന്റെ കഴിഞ്ഞ 10 വർഷത്തെ ശ്വാസം പോലും കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഖജനാവിൽ നിന്നുള്ളതാണ് എന്നുള്ളത് പിണറായി വിജയന് ബോധ്യം വേണം. ആ ഉളുപ്പെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് കാണിച്ചാണ്, എന്ത് പറഞ്ഞാണ് കേന്ദ്ര ഗവൺമെന്റ് BJP നേതൃത്വം പിണറായി വിജയനെ ബ്ലാക്ക് മെയിൽ ചെയ്തത്, ആ ബ്ലാക്ക് മെയിലിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഒപ്പിട്ടത് എന്നുള്ളത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു പറയണം. എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെട്ടാലും പിണറായി വിജയൻ എന്തായിരുന്നു താല്പര്യം സ്വന്തം താല്പര്യമായിരുന്നു, മറിച്ച് കേരളത്തിന്റെ താല്പര്യമായിരുന്നില്ല. കേരളത്തിന്റെ താല്പര്യമാണെങ്കിൽ പിണറായി വിജയൻ പോടാ പുല്ലേ, ഞാൻ ജയിലിൽ കിടക്കാൻ സന്നദ്ധനാണ്, എന്റെ മക്കളും ജയിലിൽ കിടക്കാൻ തയ്യാറാണ്, കേരളത്തിന്റെ താല്പര്യം ഞാൻ പണയം വെക്കില്ല എന്ന് പിണറായി വിജയൻ പറയുമായിരുന്നു. മറിച്ച് കേരളത്തിന്റെ താല്പര്യം എന്തു ആയിക്കോട്ടെ, കേരളത്തിന്റെ ജനങ്ങളെ നോക്കി പോടാ കഴുതകളെ എന്ന് വിളിച്ചുകൊണ്ട് ഈ PM ശ്രീയിൽ പോയി പിണറായി വിജയൻ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം താല്പര്യം പിണറായി വിജയനായിരുന്നു, താല്പര്യം വീണ വിജയനായിരുന്നു, താല്പര്യം വിവേക് കിരണായിരുന്നു, താല്പര്യം കമലയായിരുന്നു. അതിനപ്പുറം പാർട്ടി ഉണ്ടായിരുന്നില്ല, പാർട്ടി സെക്രട്ടറി ഉണ്ടായിരുന്നില്ല, അഖിലേന്ത്യാ സെക്രട്ടറി ഉണ്ടായിരുന്നില്ല, ഘടകകക്ഷിയായ CPI ഉണ്ടായിരുന്നില്ല, ക്യാബിനറ്റിലെ മന്ത്രിമാരുണ്ടായിരുന്നില്ല, ആരും തന്നെ ഉണ്ടായിരുന്നില്ല, കേരളമേ ഉണ്ടായിരുന്നില്ല. മിസ്റ്റർ വിജയൻ കഴിഞ്ഞ 10 വർഷക്കാലം പൊതുഖജനാവിൽ നിന്ന് നക്കിയതിന് എന്തെങ്കിലും രീതിയിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ അക്കൗണ്ടബിലിറ്റി ഉണ്ടെങ്കിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു പറയണം. താൻ ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെട്ടുവെന്നും ആ വിഷയം ഇന്നതായിരുന്നുവെന്നും അതിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് താൻ കേരളത്തിനെ പണയപ്പെടുത്തിയത് എന്നും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു പറയാൻ മിസ്റ്റർ വിജയൻ തയ്യാറാവണം. മിസ്റ്റർ, ഇത് ചില്ലറ കളിയല്ല. ഈ കരാറിൽ നിന്ന് കേരളത്തിന് പിന്മാറാൻ സാധിക്കില്ല. അത് അതിന്റെ നിയമവശ, അതാണ് അതിന്റെ ശരിയും, അങ്ങനെയാണത് സംഭവിക്കുള്ളൂ. ഈ കരാറിൽ നിന്ന് കേരളത്തിന് പിന്മാറാൻ കഴിയില്ല. ഇങ്ങനെ ഒരു കരാറ്, ഇങ്ങനെ ഒരു ഏടാകൂടം അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ അടിച്ചേൽപ്പിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഭൂലോക തോൽവിയാണ് എന്നുള്ളതാണ്.